നമ്മുടെ ജനീഷ് എം എൽ എ, അതായത് കോന്നി എം എൽ എ ഫോറസ്റ്റ് ഓഫീസിൽ പോയി അവിടെയുള്ള പിടിച്ചുകൊണ്ടുപോയ ആൾക്കാരെയൊക്കെ മോചിപ്പിച്ചുകൊണ്ട് വളരെ രൂക്ഷമായ ഭാഷയിലും തെറിയടക്കം പറഞ്ഞുകൊണ്ട് അവിടുന്ന് വലിയ ഷോ കാണിക്കേണ്ടായി. അതായത് നെക്സലൈറ്റുകൾ വരും, കത്തിച്ച് കളയും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം അതിനകത്ത് പറയാനുള്ളത്, നമ്മുടെ മാധ്യമങ്ങളൊക്കെ സാധാരണ ഇതൊരു സംഭവമാക്കി റിപ്പോർട്ട് ചെയ്യുകയും ജനീഷ് കുമാർ പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ പെരുമാറാമോ എന്നുള്ളൊരു കാര്യം മാത്രമാണ് ചർച്ചയാക്കിയത്. യഥാർത്ഥത്തിൽ ഉള്ള വസ്തുത എന്താണെന്നുള്ളത് നന്ദകുമാർ അടക്കമുള്ള ആളുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുറച്ച് പേരെങ്കിലും. ഞാൻ പറയുന്നത് അതിനകത്തുള്ള യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ എത്ര പേരാണ് ഇതുപോലെയുള്ള ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോൾ CPM-ൻ്റെ ഒരു ഏരിയ സെക്രട്ടറിമാരോട് മുഴുവൻ സംസാരിച്ച് നോക്കൂ. ഞാൻ നിലമ്പൂരുള്ള നിരവധി ഏരിയ സെക്രട്ടറിമാരോടും ഏരിയ കമ്മിറ്റി മെമ്പർമാരോടും ജില്ലാ കമ്മിറ്റി മെമ്പർമാരോടും ഒക്കെ സംസാരിച്ചതാണ്. അങ്ങേയറ്റം കുത്തഴിഞ്ഞ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ ശരിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുന്ന പണം കൊള്ളയടിക്കുന്ന ഒരു വിഭാഗമായി ഉദ്യോഗസ്ഥർ മാറിയിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പോലീസിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ IPS-കാരുടെ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറവാണ്. പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ IPS-കാരുടെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 12%. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ തരത്തിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നിലകൊള്ളുകയാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റ് നിലകൊള്ളുമ്പോൾ ജനീഷ് കുമാർ ചെയ്തതിൽ ജനീഷ് കുമാറിന് തന്നെ അറിയാത്ത, മാധ്യമങ്ങൾ പറയാത്തൊരു കാര്യം, ജനീഷ് കുമാർ യഥാർത്ഥത്തിൽ പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് ചെയ്തേക്കണേ. കാരണം ജനീഷ് കുമാർ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സാധാരണക്കാരായ ആളുകളെ വെറുതെ പിടിച്ചു കൊണ്ടുപോകുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ 24 ന്യൂസ് അതിൻ്റെ പുതിയ വിവരങ്ങൾ കൂടി പുറത്തേക്കൂടുകയും പുതിയ വീഡിയോ പുറത്തേക്കൂടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരു അറസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള നടപടിയും സ്വീകരിച്ചിരുന്നില്ല. ഇത് തന്നെയാണ് നിങ്ങൾ അറിയേണ്ടത് PV അൻവർ കഴിഞ്ഞ തവണ അവിടെ അക്രമം നടത്തുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അത്തരത്തിൽ PV അൻവർ അടക്കം ഈ പറയുന്ന MP ജനീഷ് കുമാർ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇത് പറയുമ്പോൾ ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം എന്താണ്? ഇവിടെ ഒരു ഭരണമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ പറയുന്ന സർക്കാരിനെ കൊണ്ടെത്തിച്ചതാരാണ്? അല്ലെങ്കിൽ ഒട്ടും കഴിവില്ലാത്തൊരു മന്ത്രിയെ കയറൂരി വിട്ടിരിക്കുന്ന പിണറായിയാണ് ഇതിന്റെ ഉത്തരവാദി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താ? രണ്ടാമത്തെ പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ കാട്ടുപന്നി ആക്രമിക്കപ്പെട്ട്, അല്ലെങ്കിൽ പുലി ആക്രമിക്കപ്പെട്ട്, ഈ പറയുന്ന ആന ആക്രമിക്കപ്പെട്ട് 500 രൂപക്ക് റബ്ബർ ടാപ്പ് ചെയ്യാൻ പോകുന്ന ആളുകളെ കൊല്ലുകയാണ്. കൊല്ലുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? 5 ലക്ഷം രൂപയുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കി 5 ലക്ഷം രൂപ നിങ്ങൾക്ക് പിന്നെ തരുമെന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യജീവന് കേരളത്തിൽ ഇത്രയും വിലയില്ലാത്തൊരു കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഒരു കാര്യം കൂടി പറയാതെ വയ്യ, നമ്മുടെ പ്രതിപക്ഷമടക്കമുള്ള ആളുകൾ ഇതിൽ നിഷ്ക്രിയരായി ഇരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ അറിയേണ്ടത്, ജനീഷ് കുമാറിനെ പോലെയുള്ള ഒരു MLA സഹികെട്ട് ഫോൺ അടിച്ചുകൊണ്ട് അവിടെ നിന്ന് സംസാരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് കൂടി ഉണ്ട് അതിൽ. അതെന്താണെന്നറിയോ? ജനീഷ് കുമാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നക്സലുകാർ വരുമെന്നാണ്, നിങ്ങളുടെ ഓഫീസുകൾ കത്തിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ MP ജനീഷ് കുമാറിനെ പോലെയുള്ള ഒരു MLA-ക്ക് പോലും ഇവിടെ ഈ ഭരണത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ജനങ്ങൾ അതീവ ദുരിതത്തിലാവുകയും ആ ദുരിതങ്ങളിൽ നിന്ന്, അരാജകത്വത്തിൽ നിന്ന് ഇതുപോലെയുള്ള നക്സലിസ്റ്റ് പ്രസ്ഥാനം പോലെയുള്ള പ്രസ്ഥാനങ്ങൾ വേണമെങ്കിൽ വീണ്ടും ഉയർന്നു വരാനും, വേണമെങ്കിൽ ഈ പറയുന്ന വലിയ തോതിലുള്ള അക്രമാസക്തമായ സമരങ്ങളിലേക്ക് കേരളം പോകാനുമുള്ള സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. ആ തെളിവ് യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ ആരും രാത്രി ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പരാതി. അതാണ് എടുക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും. കാരണം പിണറായി വിജയനെ പോലൊരാൾ ഇത്തരം കാര്യങ്ങളിൽ സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് ജനീഷ് കുമാർ കേരളത്തോട് വിളിച്ചു പറഞ്ഞേക്കാണ്. അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇനി രണ്ടാമതൊരു കാര്യം കൂടി ഉണ്ടല്ലോ നന്ദകുമാർ. ഇപ്പൊ VD സതീശനാണ് ഇത് ചെയ്യുന്നത്, PV അൻവറാണ് ചെയ്യുന്നത്, വേറെ ഏതെങ്കിലും MLA-മാരാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്താ? പ്രതിപക്ഷത്താണ്. ഇത് ഭരണപക്ഷത്തുള്ള ഒരു MLA ആണ് ഇത്രമാത്രം അജിറ്റേറ്റഡ് ആവുന്നത്. ഇനി രണ്ടാമതൊരു കാര്യം, ജനീഷ് കുമാറിനെ വ്യക്തിപരമായി സംസാരിച്ചിട്ടുള്ള ഒരാളെന്നുള്ളതിലേക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം എന്താ? അദ്ദേഹം പെട്ടെന്ന് അങ്ങനെ ക്ഷുഭിതനാവുകയോ ആളുകളോട് ചൂടാവുകയോ ഒന്നും ചെയ്യുന്ന ഒരാൾ അല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഏത് ഘട്ടത്തിലായിരിക്കും ഈ സമരം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഭാഷണത്തിലേക്ക് അദ്ദേഹം കടന്നിട്ടുണ്ടാവുക? ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടല്ലോ. ഇന്ന് അവിടെ CPM-കാരും DYFI-കാരും ഒക്കെ സമരം നടത്തുകയാണ്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഉദയഭാനു അടക്കമുള്ള സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ വന്ന് പറയുന്നത്, ഇവിടെ വലിയ തോതിലുള്ള അരാജകത്വമാണ്, പോത്തുകളെ പോലെയാണ് ഈ പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പോത്തുകളെ നിയന്ത്രിക്കാൻ സിംഹവും ഇരട്ടച്ചങ്കനും അതുപോലെ തന്നെ ഇത്രമാത്രം ധീരനും
പ്രത്യേക ആക്ഷൻ കൊണ്ട് ഒരു ബ്രണ്ണൻ കോളേജിനെ നടുക്കിയിട്ടുള്ള പിണറായി വിജയന് കഴിയില്ല എന്നുള്ളത് കൂടിയാണോ ഇവർ പറയുന്നത്? അതാണ് നമ്മുടെ ചോദ്യം. ആ ചോദ്യമാണ്, കാതലായ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കുന്നു, 9 കൊല്ലത്തോളം ഭരിച്ച് കഴിയാറായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു MLA പറയുന്നൊരു വാചകമാണ്, നിങ്ങൾ ഈ ലെവലിൽ ഉദ്യോഗസ്ഥരുടെ ദുഷ്പ്രഭുത്വം ഇവിടെ തുടർന്നാൽ ഇവിടെ വലിയ തോതിൽ ഈ പറയുന്ന നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ തിരികെ വരും എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റിനെതിരെ വരാവുന്ന ഏറ്റവും വലിയ വിമർശനങ്ങളിലൊന്നാണ്. ഇനി ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് വെച്ച് വേണം നന്ദകുമാർ മറ്റു വിമർശനങ്ങൾ വായിക്കാൻ. അതായത് ADGP MR അജിത് കുമാറും സ്വർണ്ണ കള്ളക്കടത്തടക്കമുള്ള കള്ളക്കടത്തുകൾക്ക് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുവെന്നും സുജിത് ദാസിനെ പോലെയുള്ള ആളുകൾ പുറത്തേക്ക് പറഞ്ഞിട്ടുള്ള വോയിസ് ക്ലിപ്പുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഒരു ഭരണപക്ഷത്തുള്ള MLA, അതിൽ PV അൻവർ ഭരണപക്ഷത്തുള്ള MLA ആയിരുന്നു, യഥാർത്ഥത്തിൽ പിണറായി വിജയന് വേണ്ടി മറ്റുള്ളവരെ പോലും ആക്രമിക്കാൻ തയ്യാറുള്ള ഒരാളായിരുന്നു. അദ്ദേഹം തന്നെ പുറത്തേക്ക് പോകേണ്ടി വന്നു. ആ പോകേണ്ടി വന്നതിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജനേഷ് കുമാറിനെ പോലെയുള്ള ഒരാൾ കൂടി പത്തനംതിട്ട പോലെ വളരെ ഒരു മയത്തിലൊക്കെ ആ കാര്യം രാഷ്ട്രീയത്തെ കാണുന്നത്, അല്ലാതെ കണ്ണൂരോ മലപ്പുറത്തോ തീവ്രമായിട്ടല്ല, വളരെ സൗമ്യമായി ഒരു രാഷ്ട്രീയത്തെ കാണുന്ന ആളുകൾ പോലും എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു കടന്നാക്രമണമായിട്ട് വേണം ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ. ഈ പോയിന്റ് നമ്മുടെ മാധ്യമങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല. ഇന്ന് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു എന്ന് പറയുന്ന ഒരു സംഭവമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് PV അൻവർ തുടങ്ങി വെച്ച ഈ PV അൻവറാണുള്ള ഇത് ശക്തമായ രൂപത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് പിണറായി വിജയനെതിരെ പോകുന്നത്, അതിപ്പോൾ ജനീഷ് MLA ഏറ്റെടുത്തു എന്നല്ലേ കരുതേണ്ടത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ ജനേഷ് കുമാർ പറയുന്ന മറ്റൊരു വാചകവും കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ ഇന്ന് CPM-ന്റെ സമരം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു ഏരിയ നേതാവ്, അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാനിപ്പോൾ കേട്ടിട്ട് പറഞ്ഞു. അദ്ദേഹം പ്രസംഗിക്കുന്നത് എന്താണെന്നറിയാമോ? അതായത് നിന്നെയൊക്കെ പിടിച്ച് ഈ പറയുന്ന പോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ പിടിച്ച് ഈ പോലെ എന്ത് ചെയ്യണം, മറ്റേ ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ, അതായത് പുലിക്കൊക്കെ ഇട്ടുകൊടുത്താൽ മാത്രമേ ജീവഭയം എന്താണ്, അതോടുകൂടി ജീവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നാണ്. ഈ നാട്ടിൽ ഇത് ആരാ ഭരിക്കുന്നത്? ഇവരിത് ഗുജറാത്തിൽ നിന്നിട്ടോ ഉത്തർപ്രദേശിൽ നിന്നോ യോഗി ആദിത്യനാഥിനെതിരെ ഒന്നുമല്ല സംസാരിക്കുന്നത്. ഇത് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ആർക്കെതിരെയാണ്? ഇത് നമ്മളിപ്പോൾ മൈൽഡായ ആളുകൾ പറയാൻ പോണ എന്താ, AK ശശീന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആൾക്കെതിരെയാണ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ പ്രധാനപ്പെട്ട ഉത്തരവാദി ആരാണ്? ഇത്രയും വലിയ തീവ്രമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ഈ വൈൽഡ് അനിമൽ അറ്റാക്ക്. ആ വൈൽഡ് അനിമൽ അറ്റാക്കിൻ്റെ പുറത്ത് LDF-ന് ഒരു ബാധ്യതയില്ലേ? അതിനെ നയിക്കുന്ന CPM-ന് ഒരു ബാധ്യതയില്ലേ? അല്ലെങ്കിൽ ഇത്രയും പേര് ഈ പറയുന്ന അതിക്രൂരമായി കൊല്ലപ്പെട്ടിട്ടും ഇപ്പം ഒരു സ്ത്രീ വെളുപ്പിന് 4:30 ഇറങ്ങിയപ്പോൾ അവരുടെ തലയില്ല എന്ന് പറഞ്ഞാൽ, അവരുടെ ഡെഡ് ബോഡി കിട്ടുമ്പോൾ അവരുടെ തലയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. നന്ദകുമാർ അറിയേണ്ടത്, ഇത് ഡെയിലി 10,000 രൂപ കിട്ടുന്ന പണിക്കല്ല ഇവർ പോകുന്നത്. ഇവർ പോകുന്നത് മുഴുവൻ എന്തിനാണ്? ഈ പറയുന്ന ഒരു 500 രൂപ അല്ലെങ്കിൽ 350 രൂപ കിട്ടുന്ന ഒരു പണിക്കാണ് വെളുപ്പിന് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പോകുന്നത്. എന്നിട്ടാണ് ഈ സംഭവം. ഒരു കടുവ വന്നിട്ട് കഴുത്തിന് കടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞത്. അതെ, അതാണ് ഞാൻ പറയാം, കടുവ വന്ന് കഴുത്തിന് കടിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ നാട്ടിൽ ഒരു ഭരണം തന്നെ കൃത്യമായിട്ട് ഇല്ലാതാവുകയും ഒരു ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം അങ്ങനെ തന്നെ ഭരണം ഏറ്റെടുക്കുകയും അതിൻ്റെ പോളിൽ ഒരു തരത്തിലുള്ള കടിഞ്ഞാണും ഈ പറയുന്ന ഇരട്ടച്ചങ്കും ഒരു ചങ്കും അരച്ചങ്കുമുള്ള ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾക്ക് ഇല്ലാതാവുകയും ചെയ്തു എന്നുള്ളതാണ് അടിസ്ഥാനം. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് ഈ നാട്ടിൽ എന്തൊക്കെയാണ് നന്ദകുമാർ നടക്കുന്നത്. ഇപ്പോൾ CRPF മറ്റൊരു വിഷയമാണ്. പക്ഷേ CRPF-ലെ 2 പേർ ചേർന്ന്, അതായത് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ആളുകൾ ചേർന്ന് ഒരാളെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുന്നു എന്നല്ല, വണ്ടിയുടെ മുകളിൽ കയറ്റി എന്ത് ചെയ്യാണ്, കൊണ്ടുപോവാണ്. ഇനി ഇതിനു മുമ്പ് നടന്നിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കൊലപാതകങ്ങളുടെ കണക്ക് എത്രയാണ് എന്ന് പറഞ്ഞാൽ 70 കൊലപാതകങ്ങൾ കഴിഞ്ഞ വർഷം 3 വർഷങ്ങൾ കൊണ്ട് നടന്നെങ്കിൽ അതിൽ 30ഓളം കൊലപാതകങ്ങളും ഇതുപോലെയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു സൈഡിൽ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ആന ചവിട്ടിക്കൊല്ലുന്നു, മറ്റൊരു സൈഡിൽ റോഡ് ആക്സിഡന്റുകളിൽപ്പെട്ട ആളുകൾ മരിക്കുന്നു, മറ്റൊരു സൈഡിൽ നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ ഈവൻ കോൺസ്റ്റബിളിനെയും പോലീസുകാരെയും പോലും ആക്രമിക്കുന്ന മയക്കുമരുന്ന് സംഘങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് ജനേഷ് കുമാറിനെ പോലൊരാൾ പൊട്ടിത്തെറിക്കുമ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി ഞാനൊരു കാര്യം നന്ദകുമാറിനോട് വളരെ ലളിതമായിട്ട് ചോദിക്കട്ടെ. ജനേഷ് കുമാറിനെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, എന്താണത്? മന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാം. മനസ്സിലായോ? ഇപ്പം കഴിഞ്ഞ തവണ തന്നെ AP അനിൽകുമാർ അവിടെ ഒരാൾ മരിച്ചപ്പോൾ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും പെട്ടെന്ന് 5 ലക്ഷം രൂപ
കൊടുക്കുകയും ചെയ്തു വണ്ടൂരിൽ. അപ്പൊ അതിനുശേഷം ഇപ്പൊ ജനീഷ് കുമാറിന് അത് ബന്ധപ്പെടാം, പക്ഷെ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടൊരു പരിഹാരമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന രണ്ടാമത്തെയോ മൂന്നാമത്തെയോ 10ാമത്തെയോ കാര്യത്തിലായിരിക്കും എന്തുണ്ടാവുക, ഈ പ്രശ്നം ഉണ്ടാവുക. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടല്ലോ. നമുക്കറിയാലോ കണ്ണൂരിൽ ADM കൊല്ലപ്പെട്ടത്. ഈ ADM കൊല്ലപ്പെട്ട കേസിൽ എന്തായിരുന്നു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ വികാരം? CPM-ന്റെ സാധാരണ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ വികാരത്തിനനുസരിച്ചായിരുന്നില്ലല്ലോ പത്തനംതിട്ടയുടെ. ഉദയഭാനുവിന്റെ വാക്കുകളും അതിനനുസരിച്ചായിരുന്നില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഈ ഭരണത്തെ കൊണ്ട് യഥാർത്ഥത്തിൽ പാർട്ടിക്കാരായ ആളുകൾക്ക് പോലും പൊറുക്കാൻ പറ്റാത്ത രീതിയിൽ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർക്കടക്കമുള്ള ആളുകൾക്കും ഒരു MLA-മാർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. അതാണ് യഥാർത്ഥത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ടത്. അതായത് കേരളം സമ്പൂർണമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു, ക്രമസമാധാന നില പൂർണ്ണമായി തകർന്നിരിക്കുന്നു. അതോടൊപ്പം ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ ഒരു പരിഹാരവും അവരില്ല എന്ന് മാത്രമല്ല, ജനങ്ങളെ പിടിച്ചു കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കുന്ന ഒരു രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാരായ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ എന്തുകൊണ്ടാണ് PV അൻവറിനെ കുറിച്ച് അതിനു മുമ്പുണ്ടായിരുന്ന കക്കാടം പൊയ്കയിലടക്കം നിരവധി ആരോപണങ്ങളെല്ലാം മറന്നുകൊണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ലൈവായി സംപ്രേഷണം ചെയ്യുമ്പോൾ കേൾക്കാൻ തയ്യാറായത്? നമ്മളൊന്ന് ആലോചിക്കണം. തയ്യാറായത് ഞങ്ങളുടെ ശബ്ദം ഒരാളെങ്കിലും പറയുന്നു എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ ആ സമയത്ത് വന്നതുകൊണ്ടാണ്. ഇനി ഇത് മറ്റു പ്രതിപക്ഷ പാർട്ടികൾ BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ തന്നെ ഒരു 1000 പേരെ വെച്ചുള്ള ഒരു പ്രതിഷേധം പോലും നടത്തുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രമാത്രം നിരാശയിലായി പോയതുകൊണ്ടാണ് മറിയക്കുട്ടി ഇവിടെ വലിയ വികാരമായി മാറുന്നതും വേടൻ യഥാർത്ഥത്തിൽ വലിയ തോതിൽ ഉള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് മാറുന്നതും എല്ലാം അതുകൊണ്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ ദൗർഭാഗ്യകരമായ സംഭവം ഇപ്പൊ നമ്മളിത് ചർച്ച ചെയ്തു, മറ്റു മാധ്യമങ്ങളൊക്കെ ഇത് ചർച്ച ചെയ്യുന്നത് ജനീഷ് കുമാർ അങ്ങനെ പറഞ്ഞത് ശരിയായോ അല്ലേ എന്നുള്ളത് മാത്രമാണ്. ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയാം. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടടുത്തുള്ള പിറവത്തിനടുത്തുള്ള ഒരു SI-നെ വിളിച്ചിട്ട് ഒരു ഏരിയ സെക്രട്ടറി വിളിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, കോതമംഗലത്ത് വിളിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. എന്താ ചൂടായത്? ടില്ലറുകളടക്കം ഒരു ഈ പറയുന്ന പോലെ അനധികൃതമായ ചെങ്കല്ല് വെട്ടിയെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം നടപടിയെടുത്തു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആ പോലീസുകാരൻ്റെ അടക്കമുള്ള റിയാക്ഷൻ കേൾക്കണം. ആ പോലീസുകാരൻ്റെ അടക്കമുള്ള റിയാക്ഷൻ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? സഹി കെട്ടിട്ട് ഒരാൾ റിയാക്ട് ചെയ്യാണ്. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ വിളിക്കുമ്പോൾ തന്നെ അയാൾ കേൾക്കാൻ ക്ഷമയില്ലാതെ ചൂടാവുകയാണ്. എന്തുകൊണ്ടാണ്? ഇത് കേരളം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന രോഷം കൊള്ളുന്ന ആളുകളുടെ ഒരു പൊട്ടിത്തെറിയിലാണ് തോന്നുക. അതാണ് അതിന്റെ പ്രശ്നം. അല്ലെ, സമ്പൂർണ്ണമായിട്ട് ഇവിടുത്തെ ക്രമസമാധാനം എന്നല്ല തകർന്നിരിക്കുന്നു. ചോദിക്കാനും പറയാൻ ആളില്ല. പിണറായിന്റെ ഗുണ്ടായിസം മാത്രമാണ് കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് തെളിയുന്നത്. അതെ, ഭരണം ഇല്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഭരണം കൊണ്ടു നടക്കാൻ ഇവരെ കൊണ്ട് യാതൊരു കാരണവശാലും കഴിയില്ല എന്നുള്ള നിരാശയുടെ അങ്ങേയറ്റത്തേക്ക് പടുകുഴിയിലേക്ക് ജനം എത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ജനേഷ് കുമാറിനെങ്കിലും ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നല്ലോ? CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയെ വിളിക്കായിരുന്നു, മന്ത്രിയെ വിളിക്കായിരുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിക്കാമല്ലോ. ചെയ്തില്ലല്ലോ. അല്ല, എല്ലാ തരത്തിലും മടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. അതായത് നമ്മുടെ ഒരു MLA-ക്ക് പോലും ഇതാണ് ഗതിയെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ സ്ഥിതി എന്താണ്? അതാണ് രതീഷ് ചക്രപാണി ഉയർത്തിയിരിക്കുന്നത്. നന്ദി, നമസ്കാരം.